ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സാറാസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഷാഹി പനീർ റെസിപ്പിയാണ്. വളരെ റിച്ച് ആയിട്ടുള്ള റോയൽ ആയിട്ടുള്ള ഒരു പനീർ റെസിപ്പിയുടെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കടായിലേക്ക് നമ്മളൊരു 4 തക്കാളി നീളത്തിൽ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 മീഡിയം സൈസ് സവാള അതുപോലെ തന്നെ കഷ്ണങ്ങളായിട്ട് മുറിച്ചതും, ഒരു 8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, ഒരു 4 പച്ചമുളക് കീറിയത്, ഒരു ബേ ലീഫ്, കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലം, അതുപോലെ തന്നെ ഒരു പിടിയോളം അണ്ടിപ്പരിപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. സവാള എത്രയാണോ തക്കാളി എടുക്കുന്നത് അതിൻ്റെ നേർ പകുതി എടുക്കുക. 4 തക്കാളിയാണെങ്കിൽ 2 സവാള, അതാണ് ഒരു കണക്ക്. ആ ഒരു പ്രപ്പോർഷൻ തെറ്റാതെ ചെയ്യുക. 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമ്മളിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷാഹി പനീറും പനീർ ബട്ടർ മസാലയൊക്കെ ഏകദേശം ഒരുപോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള റെസിപ്പിയാണെങ്കിലും ഇൻഗ്രീഡിയൻസിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ആ ഒരു അളവിൻ്റെ ബാലൻസ് കറക്റ്റായിട്ട് ചെയ്യുക. തക്കാളിയുടെയും സവാളയുടെയും ഒക്കെ അളവ് ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എടുക്കുക. അപ്പോൾ പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റോളം നന്നായിട്ട് നമുക്കിതിനെ അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ ചൂട് നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷം തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ചൂടോടെ തന്നെ അരച്ചെടുക്കണ്ട. ചൂടോടെ അരച്ചെടുക്കുമ്പോൾ ഇത് പുറത്തോട്ട് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടില്ലാത്തവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ നിങ്ങൾ റെസിപ്പി വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് സ്മൂത്തായിട്ട് ഇതിനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. കാരണം നമ്മളുടെ ഗ്രേവി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചറാണ് നമ്മളുടെ ഗ്രേവിക്ക് വേണ്ടത്. അതുകൊണ്ട് എന്തായാലും നിർബന്ധമായിട്ടും ഇതിനെ അരിച്ച് തന്നെ എടുക്കുക. നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ടല്ലോ, ഇനി ഇപ്പോൾ അരിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ വിചാരിക്കേണ്ട, അരിച്ചെടുക്കുക. അപ്പോൾ നമ്മളിതിനെ നന്നായിട്ട് ഇങ്ങനെ അതിൽ നിന്ന് തിക്കായിട്ടുള്ളതുകൊണ്ട് പെട്ടെന്നങ്ങ് വീഴില്ല. ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മെല്ലെ മെല്ലെ നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റോയലായിട്ടുള്ള ഡിഷസൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. എപ്പോഴും ഉണ്ടാക്കുന്ന കറികളിൽ നിന്നൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലോ വീട്ടിലെന്തെങ്കിലും ചെറിയ പാർട്ടിയോ ഗെറ്റ് ടുഗതറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ ഒക്കെ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന നല്ലൊരു വെജ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ വേറൊരു കടായി വെച്ച് കൊടുത്തു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തു. ബട്ടറിനെ നന്നായിട്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, കനം കുറച്ച് അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെറുതായിട്ട്, ഒത്തിരി സമയമൊന്നും വേണ്ട, 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മളൊരു 200 ഗ്രാം പനീർ ക്യൂബുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യൂബായിട്ട് കട്ട് ചെയ്ത പനീറാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറാണ്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ റോസ്റ്റ് ചെയ്തെടുക്കാൻ നേരത്ത് ഇതിൻ്റെ ആ ഒരു ഫ്ലെയിം എന്ന് പറയുന്നത് മീഡിയത്തിൽ തന്നെ വെക്കുക, കരിഞ്ഞു പോരുത്. എന്നിട്ട് നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുത്ത് അതിനെ ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് ഈ ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്ലെയിം കൂട്ടി വെക്കരുത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മൾ പനീർ ബട്ടർ മസാല ചെയ്യുമ്പോൾ ചെയ്യുന്ന രീതിയിൽ നിന്നൊക്കെ ഇതിന് വ്യത്യാസമുണ്ട്. പനീർ ബട്ടർ മസാലയുടെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ ഒരു റെസിപ്പിയും കൂടെ ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ പനീർ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്ത് ആ ഒരു അരിച്ചു വെച്ചിരിക്കുന്ന നമ്മളുടെ ഗ്രേവി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ പനീറിലേക്ക് ആ ഒരു മസാലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 5-6 മിനിറ്റ് ഇതിനെ നമുക്കൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഒരു മീഡിയം ടു ഹൈ ആ ഒരു ഫ്ലെയിമിൽ ഇതിനെ ഒന്ന് വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് നന്നായിട്ട് ഇതൊന്ന് തിളക്കട്ടെ. ആ ഒരു മസാലയൊക്കെ പനീറിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്ന ഒരു പാകം എത്തുമ്പോൾ നമുക്കിതിനെ വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായിട്ട് അതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്ന പാകമായിട്ടുണ്ട്. ഇപ്പം നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകം എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കസൂരി മേത്തിയുമാണ് നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ പനീർ ഒരല്പം പോലും പൊടിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഒരു പീസ് പനീർ പോലും ഒട്ടും പൊടിഞ്ഞു പോയിട്ടില്ല. നമ്മൾ ഈ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്. അതിനിപ്പം കൃത്യമായിട്ടുള്ള ഒരു അളവ് ഞാൻ പറയുന്നില്ല. ക്രീം കൂടുതലായി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്തായാലും ക്രീം നിർബന്ധമായിട്ടും ചേർക്കുക. അപ്പം എനിക്ക് ക്രീം കൂടുതൽ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു പാക്കറ്റിൻ്റെ പകുതിയോളം ഇതിൽ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഉടനെ തന്നെ അങ്ങ് ഓഫ് ചെയ്തേക്കുക. അപ്പം നമ്മളുടെ ഷാഹി പനീർ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനൊരു ബൗളിലേക്ക് സെർവ് ചെയ്തെടുക്കാം. എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ.